രാജ്യത്തിന് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. നമ്മളുടെ കൂടെ റിട്ടയർഡ് കേണലായ ഭുവനേന്ദ്രൻ സാർ ചേരുന്നുണ്ട്. സാർ, അങ്ങേക്ക് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ സാർ, അങ്ങ് നിരവധി സൈനിക നീക്കങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പല മാർഗങ്ങളിലൂടെയും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് നമ്മൾ കേട്ടത്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത്? നടന്ന ആ ഒരു സ്ഫോടനത്തിനെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നതെന്നാണ് ഞാൻ. തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ കുറച്ച് ദിവസങ്ങളിൽ നടക്കാതിരുന്ന, കുറച്ച് ദിവസത്തിനൊന്നും കേൾക്കാതിരുന്ന സംഭവം പെട്ടെന്ന് കേൾക്കാനുള്ള ഒരു അവസരമാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. അതത്ര ഒരു സുഖകരമായിട്ടുള്ള വാർത്തയല്ല. എന്തായാലും ഇത് ഇന്ന് രാജ്യത്തും മറ്റ് ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചില മൂവ്മെന്റ്സുകൾ നമുക്കറിയാം. ഈ ടെററിസ്റ്റ് ആക്ഷൻസും മറ്റും കാര്യങ്ങളും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഡെവലപ്മെന്റ് നോക്കിയാൽ തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഡെവലപ്മെന്റ് നോക്കിയാൽ, ഒന്ന് പാകിസ്ഥാൻ ഇപ്പൊ നമ്മുടെ പഹൽഗാമിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഇന്റർനാഷണൽ വേൾഡിൽ നിന്നായാലും എവിടെയൊക്കെ ആയിരുന്നാലും അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തില് അവർക്കൊരു ചാൻസ് ഉണ്ടാകാനും അവർക്ക് എന്തെങ്കിലും ഒരു അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തിപ്പിക്കാനും കാണിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസരം വീണ്ടെടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊന്നും കൺഫേംഡ് ആയിട്ടില്ല. ഇൻഫാക്ട് പേപ്പർ ന്യൂസിൽ പറയുന്നത് ഭീകരാക്രമണം ആണോ എന്നുള്ളതാണ്. ആണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓൾഡ് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ഒരു ചരിത്ര ഏരിയയിൽ തന്നെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ, പറഞ്ഞതുപോലെ വളരെ സുരക്ഷയുള്ള ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ ഒരു സാധനം നടക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഭീകരാക്രമണത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. 3 ഭീകരർ നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള അവസ്ഥയുണ്ടായി. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പഴയ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്കാണോ, അല്ലെങ്കിൽ അതിന് ഒരു അവസാനമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് ഇന്ത്യയെ ഒന്ന് വരട്ടാമെന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ ഒരു വാർണിംഗ് പോലെ നമ്മൾ എടുത്ത് വളരെ സൂക്ഷിച്ച് തന്നെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ ഇന്ത്യയിൽ അങ്ങോളം എല്ലാ സ്ഥലവും, ഇൻഫാക്ട് കേരളത്തിൽ തന്നെ നമുക്ക് പലയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണം നടക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഏതായാലും ഇതൊരു വാർണിംഗ് ആയിട്ട് നമ്മൾ തന്നെ എടുക്കണം. കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ചെയ്യണം. കാരണം നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു വശത്തൂടെ ഇന്ത്യയെ ഏതെങ്കിലും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ശ്രമത്തിൽ അവർക്ക് ഈ കണ്ണടച്ചുകൊണ്ട് ഈ എന്തും ചെയ്യാൻ ധൈര്യമായിട്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് നമ്മുടെ ബോർഡറിൽ നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ബോർഡറിൽ നിന്ന് കടന്നു വരുന്ന ആൾക്കാരും ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും എലിമെന്റ്സ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കുന്ന, അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ട. ഇൻഫാക്ട് ഒരു ഡിഫൻസ് മിനിസ്റ്റർ മാത്രമല്ല, ഹോം മിനിസ്ട്രി ഒക്കെ ഇതിന് വളരെ സൂക്ഷ്മമായിട്ട് ഒരു വാർണിംഗ് ആയിട്ട് എടുത്ത് ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും സാർ, നമുക്കറിയാം ഈ രാജ്യതലസ്ഥാനം എന്ന് പറയുന്നത് ഇതിനു മുൻപും നിരവധി സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-14 വർഷമായിട്ട് വളരെ നിശബ്ദമായി, സ്ഫോടനങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷിതത്വ ബോധം സർക്കാരിന് നൽകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായത് എന്തെങ്കിലും രീതിയിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? 2 കാര്യമാണ്. ഒന്ന്, സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഒരു കെയർലെസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസരമല്ല. നമ്മുടെ സുരക്ഷാ അധികാരികൾ അല്ലെങ്കിൽ സുരക്ഷയെ സംബന്ധിക്കുന്ന അതിന്റെ ഫോഴ്സസ് എല്ലാ സമയത്തും 24 മണിക്കൂറും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഒരു സെക്യൂരിറ്റി കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്. അവരുടെ ജോലി ഏതാണ്, അവരങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. ആ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ശരി, ഓപ്പൺ ആയിട്ടൊരു ഏരിയയിൽ, ചെങ്കോട്ട എന്ന് പറയുന്ന ആ ഏരിയക്കകത്ത് അതും ഒരു 6:52 എന്ന് പറയുന്ന രാത്രിയൊന്നും ആകാത്ത സമയത്ത് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ, ഈ സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ എല്ലാ ഏരിയയിലും ചിലപ്പോൾ ഇങ്ങനെ ഒരു സുരക്ഷ ഒരുക്കി കൊടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. കാരണം ഈ ടെററിസം എന്ന് പറയുന്നത് സർപ്രൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും അവരുടെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, നമുക്കത് ചോയ്സ് ഇല്ല. നമുക്കതൊരു വൾനറബിൾ ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. എന്തായാലും അവർക്ക് ഈ ടെററിസ്റ്റുകൾക്ക് ടാർഗറ്റ് അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന സ്ഥലമാണ്.
സമയമാണെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. എല്ലാം അവരുടെ ഒരു ഇനിഷ്യേറ്റീവോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അവിടെ ഒരു ഇത്രയും കാലമില്ലാതിരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ കുറേ ദിവസങ്ങളില്ലായിരുന്ന ഒരു സംഭവം പെട്ടെന്ന് ഉണ്ടാകുന്നത് തന്നെ നമ്മൾ വളരെ വിജിലായിട്ടിരിക്കേണ്ടതാണ്. സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത് ഏത് സമയത്തും എവിടെയും സംഭവിക്കാവുന്നതാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ സെക്യൂരിറ്റി മനസ്സിലാക്കാം. സാർ, ഒരു ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും പറയുമ്പോൾ രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായ ലാൽക്കീല പോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് അറിയാൻ പറ്റാതെ പോയത്? അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഒരു വീഴ്ച ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സമ്മതിക്കേണ്ടി വരും. കാര്യം ഈ വീഴ്ച എന്ന് പറയുമ്പോൾ ഈ സെക്യൂരിറ്റി ഓരോ സെന്റിമീറ്ററിലും ഓരോ മീറ്ററിലും ഓരോ അടിയിലും ഒക്കെ നമുക്കിത് സെക്യൂരിറ്റി ഏരിയ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ചിന്തിക്കാനുള്ള ഒരു സോഴ്സസ് ഒന്നും നമ്മുടെ കയ്യിലില്ലായിരിക്കാം. പക്ഷെ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുമ്പോൾ ആ ഏരിയ എങ്ങനെ കവർ ചെയ്യണം? അത് മൊബൈലിൽ ആയിട്ട് കവർ ചെയ്യാനുണ്ടോ, അതോ നമ്മൾ ഫിസിക്കലായിട്ട് ഓക്യുപ്പൈ ചെയ്തിട്ട് അത് കവർ ചെയ്യണം? ഈ ഫിസിക്കൽ ഓക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയും പേഴ്സണലായിട്ട് ഫിസിക്കലായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ടെററിസ്റ്റുകൾക്ക് അവരുടെ സെലക്ടഡ് ഏരിയയിൽ അവരുടെ സെലക്ടഡ് ടൈമിൽ ചെയ്യാവുന്ന ആക്ഷൻസ് ആണ്. അതിന്റെ അർത്ഥം ഞാനൊരിക്കലും സുരക്ഷാ വീഴ്ച ഇല്ലെന്ന് പറയുന്നില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കാം, പക്ഷേ കുറച്ച് അഡ്വാൻറ്റേജ് ഒരു ടെററിസ്റ്റ് ഫോഴ്സിന് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഈ പറയാൻ ആഗ്രഹിച്ചത്. അവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഇനിഷ്യേറ്റീവ്, അവരുടെ ടൈം, അവരുടെ ടാർഗറ്റ്. അത് അങ്ങനെ വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് നമ്മളെക്കാളും കിട്ടുമായിരിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ട്. ഹോം മിനിസ്ട്രി തീർച്ചയായിട്ടും അതിന് ഒരു ആക്ഷൻ എടുക്കണം. ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പിങ് ഓപ്പറേഷനൊക്കെ നടത്തി എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള ഒരു ഏരിയ ഒരു സെക്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഏരിയസ് ആയിട്ട് തിരിച്ചിട്ട് ആ ഏരിയയെ കോമ്പ് ചെയ്ത് ലൈക്ലി ടാർഗറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഇതൊക്കെ പഴയ പാഠങ്ങൾ. അതൊക്കെ നമ്മൾ ഒന്നുകൂടി ആക്റ്റീവായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനും പോലീസിനും ഒക്കെ കൊടുക്കണം. അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഐഡന്റിഫൈഡ് ഏരിയാസ് എന്ന് പറയുന്ന ആ ഏരിയാസിന് നമ്മൾ കുറച്ചുകൂടെ ജാഗരൂകരായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. നമ്മളോടുകൂടെ ഇപ്പോൾ ഇത്രയും നേരം കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു റിട്ടയർഡ് കേണലായ ഭുവനചന്ദ്രൻ സാറാണ്. അദ്ദേഹം നിരവധി ഓപ്പറേഷനുകളൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്, നിരവധി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ നന്ദി സാർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചത്.